സഹോദരന്മാരെ ആശുപത്രി മാനേജ്മെന്റ് ഫലമായി നേരിടുന്ന ഒരു വാർത്ത കണ്ടപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കോഴിക്കോട്ടെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഒരാളുടെ ധിക്കാരത്തിനും മസിൽ പവറിനും മുന്നിലും കീഴടങ്ങേണ്ടവരല്ല കേരളത്തിലെ നേതൃ വിഭാഗമെന്നുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടലിനുമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം നല്ല ബോധ്യത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ സംസാരിക്കുന്നത്. കാരണം നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും എന്റെ ബന്ധുവാണെങ്കിൽ കൂടി ആ ബന്ധുക്കൾ പോലും ഒരു രോഗിയുടെ മുന്നിൽ ഒളിച്ചോടുമ്പോൾ ഇതിനുള്ളിൽ നിന്നും വളരെ സങ്കടത്തോടു കൂടിയാ പറയുന്നത്. സ്വന്തം ജീവൻ, സ്വന്തം വേദന ഹൃദയത്തിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വേദന മാറ്റാൻ വേണ്ടി പ്രവർത്തിച്ചവരെ ന്യായമായിട്ടുള്ള ഒരാവശ്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ ധർമ്മമാണ് എന്നുള്ള ബോധ്യത്തിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. 2018 എനിക്ക് ഓർമ്മയുണ്ട്, ഇതേ ബേബിയുടെ മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടി, അന്ന് ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, കണ്ണൂരിലെ നിങ്ങൾ ആരംഭിച്ച സമരം കൊയിലി ഹോസ്പിറ്റലിൽ നിന്ന് തുടങ്ങിയപ്പോൾ ആ കൊയിലി ആശുപത്രി മുതൽ തിരുവനന്തപുരം വരെ ഓരോ ആശുപത്രിക്ക് മുന്നിലും നേഴ്സുമാരുടെ മിനിമം വേതനം, അന്ന് ഞങ്ങൾ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റും കോടതിയും ഉത്തരവിട്ട മിനിമം വേതനത്തിന് വേണ്ടിയായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ ആവർത്തിക്കുന്നു, ഡോക്ടർ ബൽറാം കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണം, ജഗദീഷ് പ്രസാദ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നടപ്പിലാക്കണം. മാത്രമല്ല വീരകുമാർ റിപ്പോർട്ടിലെ ആവശ്യമായിട്ടുള്ള നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇവിടെ അത് നടപ്പിലാക്കേണ്ടി വരും. ഇപ്പോ തൊട്ടു മുന്നേ ഇവിടെ ഒരു ധിക്കാരപരമായിട്ടുള്ള ഒരു ഉത്തരവ് കണ്ടു. ആ ഉത്തരവ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഉത്തരവാണ്. ആ ഉത്തരവിൽ പറയുന്നത് കണ്ടു, നാളെ രാവിലെ 10 മണിക്ക് മുമ്പേ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യണം. ഇന്ന് രാത്രി 10 മണി മുതൽ ഫുഡ് ലഭിക്കില്ല. ആ ചീഫാളിനെയും പ്രിൻസിപ്പാളിനെയും നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ ഇനിയിപ്പോ വിളിച്ചു. ഞങ്ങൾ ഒരേ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ആതിരാലയത്തിന് മുന്നിൽ BJPയുടെ ഒരു സമരം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇനി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പൂമാല പോലെ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ കോഴിക്കോട്ടെ BJP തയ്യാറാണ്. മുന്നിൽ വെച്ച് ഉറപ്പു തരുന്നു, ഒരാളെയും നാളെ രാവിലെ 10 മണിക്ക് മുന്നേ ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യില്ല. നിങ്ങൾ പോകേണ്ടി വരില്ല. നിങ്ങൾക്ക് ന്യായമായ സമരത്തിന് ധൈര്യമായി മുന്നോട്ട് പോകാം.